ഇന്ത്യ ഒരു യങ്സ്റ്റർക്ക് ടെസ്റ്റ് ക്യാപ്റ്റൻസി ഏൽപ്പിക്കുന്നു. ആദ്യ മത്സരത്തിൽ ടെസ്റ്റിൽ തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുന്നു. രണ്ടാം മത്സരത്തിൽ പ്രഷറുള്ളൊരു ഗെയിം ആയിരിക്കും ആ ഒരു ക്യാപ്റ്റൻ നേരിടേണ്ടി വരിക എന്ന് വിചാരിച്ചിരുന്നവർക്ക് തെറ്റി. 269 റൺസാണ് ക്യാപ്റ്റനായിട്ടുള്ള ഗിൽ ഇന്നലെ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഇന്ത്യൻ ഇന്നിങ്സിന് അടിത്തറ പാകിക്കൊണ്ടുള്ളൊരു ഇന്നിങ്സ് തന്നെ പറയാം ഗില്ലിൻ്റെ ഇന്നിങ്സ്. അതോടൊപ്പം തന്നെ എടുത്തു പറയാനാണ് ജയ്സ്വാളിൻ്റെയും അതോടൊപ്പം തന്നെ രവീന്ദ്ര ജഡേജയും കോൺട്രിബ്യൂഷനുകൾ. അതോടൊപ്പം തന്നെ വാഷിംഗ്ടൺ സുന്ദർ മികച്ച രീതിയിൽ തന്നെയായിരുന്നു ഇന്നലെ ബാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഒരു മുഹമ്മദ് ടോട്ടൽ തന്നെയായിരുന്നു ഇംഗ്ലണ്ടിനെതിരെ ആദ്യ ഇന്നിങ്സിൽ ഇന്ത്യ പടുത്തുയർത്തിയത് 587 റൺസ്. ആൻഡ് മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇംഗ്ലണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇന്ത്യ കളിച്ച ആ ഒരു പിച്ചിൽ തന്നെയാണ് കളിക്കുന്നതെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു ഇന്ത്യയുടെ ബോളിംഗ് സൈഡിലെ പെർഫോമൻസ്. 3 വിക്കറ്റാണ് ഇന്ത്യ ഇതിനോടകം തന്നെ ആദ്യ ദിനത്തിൽ എറിഞ്ഞിട്ടുള്ളത്. 77-3 എന്ന നിലയിലാണ് നിലവിൽ ഇംഗ്ലണ്ട് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ക്രീസിലുള്ളത് അവരുടെ പ്രധാനപ്പെട്ട ബാറ്റ്സ്മാൻമാരായിട്ടുള്ള ബ്രൂക്കും അതോടൊപ്പം തന്നെ റൂട്ടും തന്നെയാണ്. പക്ഷേ ഇതിന് ഈ ഒരു പാർട്ട്ണർഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇന്ത്യക്ക് അത് വലിയ ബ്രേക്ക് ത്രൂ തന്നെയാവും. ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ മത്സരത്തിൽ കണ്ട ഒരു ബോളിംഗ് അല്ല സിറാജിന്റെ ഭാഗത്ത് നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഒപ്പം ആകാശ് ദീപും കൂടി ചേർന്ന് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലണ്ടിനെ കുരുക്കി കളഞ്ഞു എന്ന് തന്നെ പറയാം. ബൂമ്ര ഇല്ലാത്തതിൻ്റെതായ പ്രശ്നങ്ങളൊന്നും ആദ്യ ദിനത്തിൽ ബോളിംഗ് സൈഡിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ് വേറൊരു ഫാക്ടർ. മൊത്തത്തിൽ എറിഞ്ഞിട്ടുണ്ടായിരുന്ന 20 ഓവറുകളാണെങ്കിലും ഇംഗ്ലണ്ടിനെതിരെ മികച്ച രീതിയിൽ തന്നെ ബോൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട വിക്കറ്റുകളൊക്കെ തന്നെ ഇന്ത്യക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി നോക്കിക്കഴിഞ്ഞാൽ റൂട്ടിന്റെ വിക്കറ്റും ബ്ലോക്കിന്റെ വിക്കറ്റും അവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം ഇനി വരാനുള്ളത് ബെൻ സ്റ്റോക്സ്, സ്മിത്ത് എന്നിവരാണ്. ബെൻ സ്റ്റോക്സിന്റെ വിക്കറ്റ് നമുക്കറിയാം പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഇത്രയും വലിയൊരു മാമത് ടോട്ടൽ അവിടെ ഉയർന്നു നിൽക്കുമ്പോൾ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് അത്ര ഈസി ആയിരിക്കില്ല ഈ ഒരു സ്കോറിലേക്ക് അടുക്കുക എന്നുള്ളത്. നോക്കിക്കഴിഞ്ഞാൽ മികച്ച രീതിയിൽ തന്നെയാണ് മുഹമ്മദ് സിറാജ് ബോൾ ചെയ്തിട്ടുള്ളത്. 3 താരത്തിന്റെ എക്കോണമി. ആകാശ്ദീപിന്റെ എക്കോണമി 5 മുകളിലേക്ക് പോയെങ്കിലും മികച്ച 2 വിക്കറ്റുകൾ ആകാശ്ദീപിനെ കൊണ്ട് എടുക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നത്, കഴിഞ്ഞ മത്സരത്തിൽ ജഡേജയുടെ മോശം പെർഫോമൻസ് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും പറഞ്ഞു ജഡേജയ്ക്ക് വിരമിക്കാറായില്ലേ, രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും ഒക്കെ ഒപ്പം വിരമിക്കേണ്ട താരം തന്നെയായിരുന്നു. പക്ഷേ വലിയൊരു മറുപടി തന്നെയാണ് ജഡേജ ഈ ഒരു മത്സരത്തിലേക്ക് വന്നപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. സാധാരണ വാലറ്റക്കാരെയാണ് കൂട്ടുപിടിച്ച് ജഡേജയ്ക്ക് ഇന്നിങ്സുകൾ കളിക്കേണ്ടി വരുന്നത്. മറുസൈഡിൽ വിക്കറ്റുകൾ പോകുന്നതുകൊണ്ട് തന്നെ ജഡേജയുടെ ഇന്നിങ്സുകൾക്ക് ഒരു പൂർണ്ണത ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇന്നലെ സെഞ്ചുറി അർഹിച്ചിരുന്നു. സെഞ്ചുറിയിലേക്ക് പോകാൻ സാധിച്ചില്ല. അതോടൊപ്പം തന്നെ ഗില്ലിൻ്റെ ഇന്നിങ്സിലേക്ക് നോക്കുകയാണെങ്കിൽ 300 ഇങ്ങനെ ഉറപ്പിച്ച് നിൽക്കുന്ന സമയത്താണ് അവിടെ വിക്കറ്റ് വീണിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇന്ത്യ ഒരു മികച്ച നിലയിൽ തന്നെയാണ് നിലവിൽ നിൽക്കുന്നത്. ഈ ഒരു രീതിയിൽ പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു രണ്ടാം ടെസ്റ്റിൽ വിജയം കണ്ടെത്താനുള്ള സാധ്യതകൾ വളരെയധികം ഏറെയാണ്. ഒരുപക്ഷേ ഈ ഒരു സിറ്റിയ സ്കോർ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ട് ഒരു സമനിലയ്ക്ക് വേണ്ടി പൊരുതാനുള്ള സാധ്യതയും ഏറെയാണ്. പിന്നെ ക്രിക്കറ്റാണ്, എന്തും മാറി മറിഞ്ഞ് സംഭവിക്കാം. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് അറിയപ്പെടുത്തി. ബൈ ബൈ ഗൈസ്.